ഹലോ നമസ്കാരം. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു അപ്കമിങ് എപ്പിസോഡിന്റെ സ്റ്റോറി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അലീന ആരാണെന്നുള്ള സത്യം, വൈജയന്തിയുടെ മകളാണെന്നുള്ള സത്യം ബാലചന്ദ്രൻ അറിഞ്ഞിരിക്കുകയാണ് നമ്മുടെ രേവതിക്കുട്ടിയുടെ കത്തിലൂടെ. അതിനുശേഷം അയാൾ വീട്ടിലേക്ക് എത്തുകയാണ്. വീട്ടിലേക്ക് എത്തിയിട്ട് ആകെ ഡെസ്പായിട്ടാണല്ലോ വീട്ടിലേക്ക് എത്തുന്നത്. അങ്ങനെ പിന്നീട് ഇന്നത്തെ സ്റ്റോറിയിൽ ഞാൻ പറയുന്നത് അലീനയുമായിട്ടുള്ള അയാളുടെ സംസാരമാണ്, ബാലചന്ദ്രമേനോന്റെ സംസാരമാണ്. അലീനയെ ചോദ്യം ചെയ്യുകയാണ് ബാലചന്ദ്രമേനോൻ. അപ്പോൾ ഇന്നത്തെ സ്റ്റോറിയിലേക്ക് പോകാം. അപ്പോൾ അതിന് മുൻപ് ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതുപോലെ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ എന്തെങ്കിലും സജഷനുകൾ അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് പോവാം. അങ്ങനെ ബാലചന്ദ്ര മേനോന് ആകെ ഡെസ്പായി ആകെ തകർന്നുകൊണ്ടാണ് വീട്ടിലേക്ക് വരുന്നത് കേട്ടോ. അയാള് ഞാൻ ചതിക്കപ്പെട്ടു എന്ന് തന്നെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. കാരണം അങ്ങനെ തന്നെയാണല്ലോ മുൻപൊരു പ്രണയവും ഒരു പ്രസവവും ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയെ തന്റെ ജീവിതത്തിലേക്ക് കെട്ടി ഏൽപ്പിച്ചതുപോലെയാണല്ലേ എല്ലാവരും ചിന്തിക്കുക. അപ്പൊ അതുപോലെ ബാലചന്ദ്രമേനോനും ചിന്തിക്കുകയാണ്, വൈജയന്തി ഇങ്ങനെയൊരു സ്ത്രീ ആയിരുന്നോ? വിവാഹത്തിന് മുൻപ് അവൾക്ക് മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു, അതിലൊരു കുഞ്ഞും ജനിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരുപാട് ചിന്തകള് ബാലചന്ദ്രമേനോന്റെ മനസ്സിലൂടെ കടന്നു പോവാണ്. ഈ കത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ അതോ കള്ളമാണോ, ആരെങ്കിലും ഇവരെ പറ്റിച്ചതാണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാണ്. അതേസമയം ബാലചന്ദ്രമേനോൻ ചിന്തിക്കുന്നുണ്ട്, പിന്നെ എന്തിനായിരിക്കാം കുഞ്ഞിരാമൻ മേനോൻ ആ തിരുവനന്തപുരം പോയിട്ട് ഹോം നഴ്സിനെ കൂട്ടിക്കൊണ്ടുവന്നത്? ഇവിടെ എങ്ങാനും ഹോം നഴ്സിനെ കിട്ടാഞ്ഞിട്ടല്ലോ, ഇത്രയും ദൂരം പോയിട്ട് ആ ഹോം നഴ്സിനെ കൂട്ടിക്കൊണ്ടുവരണമെങ്കിൽ ഇതിന് പുറകിൽ എന്തോ ഉണ്ടെന്ന് പണ്ടേ ബാലചന്ദ്രമേനോന് സംശയമുണ്ട്. അലീനയെ കൂട്ടിക്കൊണ്ടുവരാൻ പോയ സമയത്തെ സംശയമുണ്ട്. അപ്പോൾ വീണ്ടും ചിന്തിക്കുകയാണ്, എന്തിനായിരിക്കാം പിന്നീട് അദ്ദേഹം അങ്ങനെ ചെയ്തത് എന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ ഇതിലെന്തെങ്കിലുമൊക്കെ സത്യം ഉണ്ടാവും, എന്താണെങ്കിലും ഇതിലെ സത്യം അറിഞ്ഞേ പറ്റൂ എന്ന് തീരുമാനിക്കുകയാണ്. അലീനയോട് ചോദിക്കാൻ തന്നെ തീരുമാനിക്കുക കേട്ടോ. അങ്ങനെ ബാലചന്ദ്രമേനോൻ വന്ന സമയത്ത് അലീന അദ്ദേഹത്തിനുള്ള ചായയുമായിട്ട് റൂമിലേക്ക് ചെല്ലുക കേട്ടോ. അപ്പോൾ സാർ ചായ എന്ന് പറയുമ്പം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നേക്കെന്ന് പറയണം. അങ്ങനെ അകത്തേക്ക് കൊണ്ടുപോയി ചായ കൊടുക്കുകയാണ്. ആ സമയത്ത് ചായ വാങ്ങി കൊടുക്കുമ്പോൾ അലീനയോട് പറയുന്നുണ്ട്, നിനക്കൊരു കത്തുണ്ടെന്ന് പറയട്ടോ. എനിക്കോ? കത്തോ? ആരയക്കാനാന്നൊക്കെ ചോദിക്കുമ്പോൾ ആരാ ഈ രേവതിക്കുട്ടി എന്ന് ചോദിക്കുകയാണേ. ആ രേവതിക്കുട്ടി എൻ്റെ അനിയത്തിയാണ്, സ്നേഹനികേതനത്തിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു, എൻ്റെ അനിയത്തിയാണ്, ഞാൻ എടുത്തു വളർത്തിയ അനിയത്തിയാണെന്നൊക്കെ പറയാട്ടോ. അവളിപ്പോൾ പാലാരിവട്ടത്ത് മാമച്ചാൻ്റെയും ഗ്രസിമാൻ്റെയും വീട്ടിലാണ് താമസിക്കുന്നത് എന്നും കൂടി പറയാട്ടോ. ആ രേവതിക്കുട്ടി എഴുതിയ കത്താണ് എന്നും പറഞ്ഞുകൊണ്ട് അത് കൊടുക്കുന്നു. അപ്പോൾ ആ കത്ത് കൊടുക്കുമ്പോൾ തന്നെ അലീനെ ശ്രദ്ധിക്കുന്നുണ്ട്. ആ കത്ത് പൊട്ടിച്ചതായിട്ട് അലീനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. ആ കത്ത് വായിച്ചതായിട്ട് അലീന ശ്രദ്ധിക്കുകയാണ്. അപ്പം ബാലചന്ദ്രമേനോനെ ഒന്ന് നോക്കുന്നുണ്ട് അലീന, ഇത് പൊട്ടിച്ചിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ നോക്കുകയാണ്. അപ്പോൾ ബാലചന്ദ്രമേനോൻ പറയുന്നുണ്ട്, ഞാൻ നിനക്ക് ആ കത്ത് എന്ന് കണ്ടപ്പോൾ അത് ആരാണെന്ന് അറിയണ്ടേ, നിനക്ക് ആരാണ് കത്തയക്കാനെന്ന് അറിയണ്ടേ, അതുകൊണ്ട് ഞാൻ അത് എടുത്ത് വായിച്ചതാന്ന് പറയാട്ടോ. അപ്പോൾ അതിൽ എഴുതിയ കാര്യങ്ങൾ ഒക്കെ സത്യമാണോ എന്ന് ചോദിക്കുകയാണ്. ഭയങ്കര എന്താ പറയുക, ദേഷ്യവും സങ്കടവും എല്ലാം കൊണ്ടുപോയിട്ടാണ് ചോദിക്കുന്നത് കേട്ടോ, അതിലെ കാര്യങ്ങളൊക്കെ സത്യമാണോ എന്നുള്ളത്. അപ്പോൾ എന്ത് കാര്യങ്ങൾ സാർ എന്ന് ചോദിക്കുകയാണെ, നീ അത് വായിച്ചു നോക്ക് എന്നിട്ട് പറയാമെന്ന് പറയണം. അലീനയെ കൊണ്ട് അവിടെ തന്നെ നിർത്തി ആ കത്ത് വായിപ്പിക്കുകയാണ്. ആ കത്ത് വായിച്ച് അലീന അവിടെ നിന്ന് ഉരുകുക കേട്ടോ. കാരണം എല്ലാ കാര്യങ്ങളും അതിൽ രേവതിക്കുട്ടി ചോദിച്ചേക്കാണ്. മുത്തശ്ശൻ്റെ മോളാണ് ചേച്ചിയുടെ അമ്മ എന്ന് ബ്രിജിത മമ്മി പറഞ്ഞില്ലേ, ആ അമ്മയെ കണ്ടോ, ചേച്ചി കണ്ടോ, ചേച്ചിയെ പോലെ സുന്ദരിയാണോ, ചേച്ചിയോട് ഇഷ്ടമാണോ, നല്ല രീതിയിൽ സംസാരിക്കാറുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചത്. അതുപോലെ രേവതിക്കുട്ടിയുടെ വിശേഷങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതാണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. അത് വായിച്ചിട്ട് അലീന ബാലചന്ദ്രമേനോന്റെ മുഖത്ത് നോക്കാൻ പോലും പറ്റാതെ ഇങ്ങനെ നിൽക്കുകയാണേ. ആകെ വിഷമിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഇനി എന്തായിരിക്കും സാറ് എടുക്കുന്ന തീരുമാനം, ഇനി എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റത്തില്ല, എന്നെ എന്തായാലും ഇവിടെ നിന്ന് പറഞ്ഞേക്കും, അങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ കടന്നു പോവാണ്. ഒന്നും മിണ്ടാതെ തല താഴ്ത്തി ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ബാലചന്ദ്രമേനോൻ പറയുന്നുണ്ട്, ഇങ്ങോട്ടേക്ക് നോക്ക്, നേരെ നോക്കുമെന്ന് പറയണേ. എന്നിട്ട് അലീന പതിയെ, നിന്നോടല്ലേ തല പൊക്കാൻ മടി കാണിക്കുന്നത്, നിന്നോടല്ലേ പറഞ്ഞത് എൻ്റെ മുഖത്തേക്ക് നോക്കാൻ എന്ന് പറയണ ബാലചന്ദ്രമേനോൻ. അങ്ങനെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ കത്തിലെഴുതിയ കാര്യങ്ങളൊക്കെ സത്യമാണോ, അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ചോദിക്കാട്ടോ. അവളൊന്നും മിണ്ടുന്നില്ല, അലീന ഒന്നും മിണ്ടുന്നിട്ടില്ല. നിന്നോടാണ് ചോദിച്ചത്, ആ കത്തിൽ എന്തെങ്കിലുമൊക്കെ സത്യങ്ങളുണ്ടോ, എനിക്കത് അറിയണം, അറിഞ്ഞേ പറ്റുള്ളൂ, ഞാൻ ചതിക്കപ്പെട്ടതാണോ, എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം, എനിക്ക് അറിയത്തില്ല ഇവിടെ എന്താ നടക്കുന്നതെന്ന്, നീ വൈജയന്തിയുടെ മകളാണോ എന്ന് തന്നെ എടുത്ത് ചോദിക്കാട്ടോ. അത് കേട്ടതും അലീന ഞെട്ടിക്കൊണ്ട് ബാലചന്ദ്രമേനോനെ നോക്കുകയാണ്. അപ്പോൾ അതോട് കേട്ടപ്പം പുള്ളിക്കാരിക്ക് ഭയങ്കര വിഷമവും സങ്കടവും ഒക്കെ കൂടി വരും കേട്ടോ. കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ ഒഴുകുന്നുണ്ട്, ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വീണ്ടും ചോദിക്കുന്നുണ്ട്, നിന്റെ അമ്മയാണോ വൈജയന്തി, നീ അവളുടെ മകളാണോ, എങ്ങനെയാണ് ഇതൊക്കെ അറിഞ്ഞത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ നിവൃത്തിയില്ലാതെ അലീനയ്ക്ക് സമ്മതിക്കേണ്ടി വരികയാണ്, എൻ്റെ അമ്മയാണെന്നുള്ളത് എനിക്കൊന്നും എനിക്കറിയത്തില്ല. മുത്തശ്ശനെ കാണാനായിട്ട് ബ്രിജിത്ത മമ്മി പാലായിൽ വന്നു,
മുത്തശ്ശൻ എന്നെ കാണാനായിട്ട് വന്നു, എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു, അത്ര മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ എന്നൊക്കെ പറയാട്ടോ. ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ ഒരു കഥയുള്ളത് എനിക്കറിയില്ലായിരുന്നു. അന്നേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. എന്തോ ഒരു ചാരിറ്റി മാത്രമൊന്നുമല്ല. കുഞ്ഞിരാമൻ മേനോൻ എന്ന് പറഞ്ഞാൽ അറ്റ കൈക്ക് ഉപ്പ് തേക്കാത്ത മനുഷ്യനാണ്. എനിക്ക് ഒരു ഉപകാരവും അയാളെ കൊണ്ട് ഉണ്ടായിട്ടില്ല. പക്ഷേ എന്നാലും എൻ്റെ ഭാര്യയുടെ അച്ഛനാണ്. എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളത്. ഒരു കാര്യവും ഇല്ലാതെ ഒരാളെയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു പ്രകൃതക്കാരനൊന്നുമല്ല. അന്നേ എനിക്ക് സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും കാരണമില്ലാതെ നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരത്തില്ല എന്ന്. പിന്നെ ഞാൻ കരുതി പണ്ടേ സഹായിച്ചിട്ടുള്ളതാണല്ലോ, അതുകൊണ്ടായിരിക്കാമെന്ന് മനു പറഞ്ഞു. അപ്പം ഞാൻ വിശ്വസിക്കുകയും ചെയ്തു. പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ടൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ പുറകിലുണ്ടാവുമെന്ന് എനിക്ക് തന്നെ അറിയാം എന്നൊക്കെ പറയാണ് ബാലചന്ദ്രൻ മേനോൻ. കൂടുതലൊന്നും സംസാരിക്കാൻ അലീനയ്ക്കും പറ്റുന്നില്ല, ബാലചന്ദ്രനും പറ്റുന്നില്ല. ഇനി എന്താണ് മുന്നോട്ട് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ മാർക്ക് പോലെയാണ് അലീന. കാരണം ഇത്രയും സത്യങ്ങളൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് തന്നെ ഇനി ഇവിടെ താമസിക്കാൻ അനുവദിക്കുമോ അതോ തന്നെ പറഞ്ഞയക്കോ എന്നൊക്കെ ഉള്ള ഒരു ചിന്തയാണ് അലീനയ്ക്ക് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ പറയുന്നു, പൊക്കോ, എനിക്കിനി ഇപ്പോൾ കുറച്ച് നേരം തന്നെ തനിച്ചിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അലീനയെ പറഞ്ഞയക്കുകയാണേ. അലീന ആകെ വിഷമിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ റൂമിലേക്ക് എത്തുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ പ്രശ്നമെന്ന് ചോദിക്കാണ്. ഒന്നുമില്ല മുത്തശ്ശി, എനിക്ക് രേവതിക്കുട്ടിയുടെ കത്ത് വന്നതാന്ന് പറയുന്നത്. രേവതിക്കുട്ടിയെന്ന് ചോദിക്കുമ്പോൾ അത് എൻ്റെ അനിയത്തിയില്ലേ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ, സ്നേഹനികേതനത്തിലെ അനിയത്തിക്കുട്ടി, അവളെനിക്ക് കത്തയച്ചതാണ്. അവളിപ്പോൾ പാലാരിവട്ടത്താണ്, ആമച്ചാൻ്റെയും ഗ്രേസമാൻ്റിയുടെ കൂടെ താമസം എന്നൊക്കെ പറയാട്ടോ. അവൾക്ക് ഭയങ്കര സുഖമാണ് അവിടെ, അവർ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയണേ. അങ്ങനെ പിന്നെ വേറെ എന്താ വിശേഷം ചോദിക്കുമ്പോൾ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല മുത്തശ്ശി. പിന്നെ നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത് ചോദിക്കണേ. ഒന്നുമില്ല മുത്തശ്ശി എന്ന് പറയണ അലീന. പിന്നീട് മുത്തശ്ശി കാണാതെ വീണ്ടും ആ കത്തെടുത്ത് വായിക്കുകയും ചെയ്യുന്നുണ്ട്. അതിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ആകെ വിഷമിച്ചു പോവാണ് അലീന. പിന്നെ കുറച്ച് സമയത്തിന് ശേഷം അലീന ബാലചന്ദ്രൻ മേനോനെ പുറത്തേക്കൊന്നും കാണുന്നില്ല കേട്ടോ. അങ്ങനെ കാണാതെ ഇരിക്കുന്ന സമയത്ത് അകത്തേക്ക് ചെന്ന് നോക്കുകയാണ്. അങ്ങനെ ബാലചന്ദ്രൻ മേനോന്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അദ്ദേഹം അവിടെ ഒരു വയ്യാത്ത രീതിയിൽ കിടക്കാട്ടോ. ഒരു ചെറിയൊരു മൈനർ അറ്റാക്ക് പോലെയുള്ള ഒരു സംഭവമാണ് ബാലചന്ദ്രൻ മേനോന് ഉണ്ടാവുന്നത്. കാരണം എത്രയും ടെൻഷനായി പോവാണ്. തൻ്റെ ഭാര്യ തന്നെ ചതിച്ചു, തൻ്റെ ഭാര്യയുടെ അച്ഛൻ തന്നെ ചതിച്ചു, ഞാനും തൻ്റെ മക്കളും ചതിക്കപ്പെട്ടു എന്നൊക്കെയുള്ള ഒരു ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ കടന്നു പോയിട്ട് ആകെ തകർന്നു പോവാണ് ആ മനുഷ്യൻ. അങ്ങനെ അലീന ചെന്ന് നോക്കുമ്പോഴാണ് ആകെ വിയർത്ത് കുളിച്ച് ബാലചന്ദ്രൻ മേനോൻ ബെഡിൽ ഇങ്ങനെ കിടക്കുന്നത് കാണുന്നത്. വിളിച്ചിട്ടൊന്നും എഴുന്നേൽക്കുന്നില്ല കേട്ടോ. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് അവൾ ഒരു ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ കുറച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കണം. അങ്ങനെ അദ്ദേഹത്തിന് ബോധം വരികയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്നൊക്കെ പറയാട്ടോ. വേണ്ട, എനിക്ക് എവിടെയും പോകണ്ട, എനിക്കിവിടെ കിടന്നാൽ മതി എന്നൊക്കെ ബാലചന്ദ്രൻ പറയുമ്പോൾ പറ്റില്ല സാർ, ഒന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അലീനയാണ് ടാക്സിയൊക്കെ വിളിച്ച് അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതൊക്കെ കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നീട് അലീനയാണ് അദ്ദേഹത്തിനെ കൂട്ടിരിക്കുന്നതും പരിചരിക്കുന്നതും ഒക്കെ. ഹോസ്പിറ്റലിലേക്ക് രാവിലെ ഭക്ഷണമൊക്കെ ആയിട്ട് പോകും, വൈകിട്ട് തിരിച്ചു വരും. അദ്ദേഹം രാത്രി അവിടെ തനിച്ച് സ്റ്റേ ചെയ്യും. വൈജയന്തി ആണെങ്കിൽ ചില ദിവസങ്ങളിൽ രാത്രി പോയി സ്റ്റേ ആയിട്ട് നിൽക്കും. പക്ഷെ വൈജയന്തിക്ക് അലീനയുടെ സ്വഭാവം ഒന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. കാരണം ബാലചന്ദ്രൻ മേനോനെ ഒരുപാട് കെയർ ചെയ്യുന്നത് ഒന്നും വൈജയന്തിക്ക് ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ഇതിനുശേഷം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലചന്ദ്രൻ മേനോനും അലീനയും തമ്മിൽ ഭയങ്കര കൂട്ടാവുകയാണ്. അലീനയുടെ സ്വഭാവം ശരിക്കും അറിയാവുന്നത് കൊണ്ട് അവളോട് ഭയങ്കര സ്നേഹമാവാണ്. ഒരു അച്ഛൻ മകൾ കോംബോ ആണ് അവിടെ വർക്കാവുന്നത്. ശരിക്കും സ്വന്തം അച്ഛനും മകളും എങ്ങനെയാണോ ആ ഒരു ഫീലാണ് അവിടെ അലീനയും ബാലചന്ദ്രൻ മേനോനും കൂടി ഉണ്ടാവുന്നത്. അതിൽ നമ്മുടെ ബബിതയ്ക്ക് ഭയങ്കര കുശുമ്പാവുന്നുണ്ട് കേട്ടോ. അലീനയെ ബാലചന്ദ്രൻ മേനോൻ ഒരുപാട് സ്നേഹിക്കും കെയർ ചെയ്യുന്നതിലൊക്കെ കുശുമ്പാവുന്നുണ്ട്. വൈജയന്തിക്കും ഇഷ്ടപ്പെടുന്നില്ല. അവൾ വേറെ രീതിയിലൊക്കെ സംസാരിക്കാനായിട്ട് വൈജയന്തി നോക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ബാലചന്ദ്രൻ മേനോൻ ഓരോ കുത്തുവാക്കുകൾ പറഞ്ഞുകൊണ്ട് അതിനൊക്കെ അടക്കി നിർത്തുകയാണ് ചെയ്യുന്നത്. അതൊന്നും മൈൻഡാക്കുന്നില്ല. കാരണം ഇത്രയും നാളും വൈജയന്തിയുടെ ഭരണത്തിൽ എന്നുള്ള രീതിയിലാണ് വീട്ടിൽ ജീവിച്ചത്. ഇനി അത് പറ്റത്തില്ല എന്നുള്ള രീതിയിൽ ബാലചന്ദ്രൻ മേനോൻ അവിടെ ശബ്ദം ഉയർത്തുക കേട്ടോ. അങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല എപ്പിസോഡുകളാണ് ഇനി വരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ട് ഇനി ഓരോരോ എപ്പിസോഡുകളായിട്ട് അപ്കമിങ് എപ്പിസോഡുകളായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേന്ന് എനിക്ക് അറിയത്തില്ല. എന്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്റ്റോറിയിൽ കാണാം, കേൾക്കാം.